ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടില്ല. ആ അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. പെരും ചൂടിനൊപ്പം ഇപ്പോൾ ലോഡ് ഷെഡിംഗ് കൂടി നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ KCB ഓഫീസുകളിലേക്ക് പ്രതിഷേധം ശക്തം. തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് മലപ്പുറം തലപ്പാറ KCB ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. അർദ്ധരാത്രിയിലായിരുന്നു ആ പ്രതിഷേധം നടന്നത്. കൊച്ചിയിലും മലപ്പുറത്തും പാതിരാത്രി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടായി. കൊച്ചി ചേരാനെല്ലൂരിൽ പ്രതിഷേധക്കാർ KCB ഓഫീസിലെ ഫ്യൂസ് ഊരി. ചേരാനെല്ലൂരിൽ ഉപരോധ സമരമുണ്ടായി. ഇത് തന്നെ തുടർച്ചയായി ഇങ്ങനെ വൈദ്യുതി തടസ്സപ്പെടുന്നു, വിളിച്ചാലിട്ട് എടുക്കുന്നില്ല. അങ്ങനെയാണ് ആളുകൾക്ക് വന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത്. KCB ഓഫീസിന്റെ ഫ്യൂസ് നാട്ടുകാർ ഊരുന്ന സ്ഥിതിക്കുണ്ടായി. അവസാനം സാധാരണ നാട്ടുകാരുടെ ഫ്യൂസ് ഊരുന്നെങ്കിൽ ഇത് ഫ്യൂസ് ഊരുന്നവരുടെ ഫ്യൂസ് ഊരിയാണ് പ്രതിഷേധം അല്ലേ? ചേരാനെല്ലൂരിലാണ് ആളുകൾ ഈ KCB ഓഫീസിലേക്ക് വിളിച്ച് ഫോൺ എടുക്കാതെ വരുന്നു. അവിടെ കറണ്ട് ഇല്ലാതെ വീടിൽ പുറത്തു നിൽക്കുന്നു. അതിനുശേഷം മണിക്കൂറുകൾ അങ്ങനെ നിന്ന് മടുത്ത് കൊടുംചൂട് സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ആളുകൾ ചെന്ന് ചേരാനെല്ലൂർ KCB ഓഫീസിലെ ഫ്യൂസ് ഊരുന്ന ഒരു പ്രതിഷേധം കൂടി ഇന്നലെ കൊച്ചി നഗരത്തിലുണ്ടായി. പോലീസ് അടക്കം എത്തി പ്രശ്നം പരിഹരിച്ചാണ് വിട്ടത്. ഇന്ന് പ്രശ്നപരിഹാര ചർച്ച ഒക്കെ വിളിച്ച് അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇടപ്പള്ളി സെക്ഷൻ ഓഫീസിൽ, പാലാരിവട്ടത്തെ ഇടപ്പള്ളി സെക്ഷൻ ഓഫീസിലാണ് വ്യാപകമായി ഇന്നലെ പ്രതിഷേധമുണ്ടായ മറ്റൊരു സ്ഥലം. ഇടപ്പള്ളി മേഖലയിൽ നിന്നും കലൂർ മേഖലയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ കുടുംബത്തോടെ KCB ഓഫീസിന് മുന്നിലെത്തി രാത്രി പുലർച്ചെ വരെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച കൊണ്ട് അത്രയും വലിയ ദുരിതമാണ് ഈ കൊടും ചൂട് കാലത്ത് സഹിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. KCBയുടെ വക ഇരുട്ടടി ഞങ്ങൾക്ക് മേൽ ഉണ്ടാകുന്നുവെന്ന് ആളുകൾ പറയുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവിടെ എത്തിയപ്പോൾ റിസീവർ മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ച പലയിടത്തും കാണുന്നുവെന്നൊക്കെ ആളുകൾ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ആലുവയിലും സമാനമായ ആളുകൾ കൂട്ടത്തോടെ KCB ഓഫീസിലേക്ക് എത്തി റോഡിൽ നിൽക്കുന്ന കാഴ്ചകളൊക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുകൾ പറയുന്നത് ഇതിനൊരു പരിഹാരം വേണം. ഈ ചൂട് സഹിച്ചിങ്ങനെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് കുഞ്ഞുങ്ങളുമായി റോഡിലും വീടിന് മുറ്റത്തും നിൽക്കേണ്ട അവസ്ഥ അത് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്തായാലും ഒരു പരിഹാരം വേണമെന്നതാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.